GT എഡ്യൂക്കേഷൻ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നാളെ നടക്കുന്ന SLC മോഡൽ എക്സാമിനേഷനിൽ മാത്സ് എല്ലാവർക്കും ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഏറ്റവും നമുക്ക് എളുപ്പമുള്ള ഒരു പരീക്ഷയാണ് മാത്സ്. മാത്സിൽ എങ്ങനെ ഈസി ആയിട്ട് പാസ്സാവുന്നുള്ള എന്നോട് ഏറ്റവും അടിപൊളിയായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ 11ാമത്തെ ചാപ്റ്റർ, അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഇതിലെ 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് മീഡിയന്റെ വേജസിന്റെ മീഡിയൻ കാണാനായിട്ട് ചോദിക്കാം. 5 മാർക്കാണ്. ആ ടേബിൾ വരയ്ക്കണം. ആ ടേബിൾ വരച്ചിട്ട് അതിൽ നമുക്ക് മീഡിയൻ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ നോർമലി മീഡിയൻ ചോദിക്കാൻ 2 മാർക്കിന് ചോദിക്കാൻ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. ഇത് രണ്ടും ശരിയായാൽ 7 മാർക്ക് ഈസി ആയിട്ട് ഏത് കുട്ടിക്കും കിട്ടുന്നതാണ്. ഓക്കെ, പിന്നെ 10ാമത്തെ ചാപ്റ്ററിലേക്ക് വന്നാൽ പോളിനോമിയൽസ് ആണ്. അവിടെ നമുക്ക് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് ഇപ്പൊ P(x) എന്ന് പറയുന്ന പോളിനോമിയൽ ഇതാണ്. ഇതിന്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ നമുക്ക് P(1) കണ്ടുപിടിക്കാം. P(1) 0 ആണെങ്കിൽ x-1 ഫാക്ടർ ആയിരിക്കും. P(2) 0 ആണെങ്കിൽ x-2 ഫാക്ടർ ആയിരിക്കും. ഈ P(x) എന്ന പോളിനോമിയൽ P(a) 0 ആണെങ്കിൽ x-a അതിന്റെ ഫാക്ടർ ആയിരിക്കും. ഇതുപോലെയുള്ള ചോദ്യങ്ങളുണ്ട്. അതുപോലെ P(x) എന്ന് പറഞ്ഞ പോളിനോമിയൽ P(-a) 0 ആണെങ്കിൽ x+a അതിന്റെ ഫാക്ടർ ആയിരിക്കും. അപ്പൊ അത് അറിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് 2 മാർക്ക് അതിലധികവും കിട്ടും. ഓക്കെ, ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് ഇതിലേക്ക് വരാം. അപ്പൊ ഈ 2 ചാപ്റ്ററിൽ നമുക്ക് ഏകദേശം 10 മാർക്ക് ഈസി ആയിട്ട് നമുക്ക് കിട്ടും. ഇനി 9ാമത്തെ ചാപ്റ്റർ ജോമെട്രി ആൻഡ് ആൾജിബ്ര. അപ്പൊ അതിൽ സ്ലോപ്പ് മാത്രം, ഒന്നും അറിയാത്ത ഒരു സ്ലോപ്പെങ്കിലും പഠിക്കുക. സ്ലോപ്പെങ്കിൽ y2 - y1 x2 - x1. അപ്പൊ ആ കോർഡിനേറ്റ്സ് എഴുതി കൃത്യമായിട്ട് നമുക്ക് സ്ലോപ്പ് കിട്ടും. അതിൽ നമുക്ക് 2 മാർക്കെങ്കിലും മിനിമം കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇനി അടുത്ത് വരുന്ന സോളിഡ്സ് ആണ്. അവിടെ തീർച്ചയായിട്ടും നിങ്ങൾ ടോട്ടൽ സർഫസ് ഏരിയ ആൻഡ് വോളിയൂംസ് ഓഫ് പിരമിഡ്, കോൺ, ഹെമിസ്ഫിയർ, സ്ഫിയർ പഠിച്ചിരിക്കുക. അതുമായിട്ടുള്ള ഒരു 8-10 കണക്കുകൾ ചെയ്ത് പഠിച്ചാൽ തീർച്ചയായിട്ടും അവിടെ നിന്നുള്ള എല്ലാ മാർക്കും നമുക്ക് ആ ചാപ്റ്ററിൽ സ്കോർ ചെയ്യാം. ഇനി അടുത്ത ടാൻജൻസ് ആണ്. ടാൻജൻസിൽ നമുക്ക് എല്ലാവർക്കും വളരെ എളുപ്പമുള്ളതാണ്. ഇൻ സർക്കിൾ കൺസ്ട്രക്ഷന് 5 മാർക്കാണ്. അതുപോലെ തന്നെ ഡ്രോ ടാൻജൻസിന് 5 മാർക്കാണ്. അപ്പൊ 5 5 10 മാർക്ക് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അവിടെ നിന്ന് കിട്ടും. ഇനി ഇത് വരയ്ക്കാൻ അറിയാത്തവർ കമന്റ് ചെയ്താൽ, എത്ര പെട്ടെന്ന് കമന്റ് ചെയ്താൽ ഇന്ന് തന്നെ നമുക്ക് അതിന്റെ വീഡിയോ ഇടാവുന്നതാണ്. ഓക്കെ, ഇനി 6ാമത്തെ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. അതിൽ ഡിസ്റ്റൻസ് ഫോർമുലെങ്കിൽ അറിഞ്ഞിരുന്നാൽ √(x2 - x1) ഹോൾ സ്ക്വയർ + y2 - y1 ഹോൾ സ്ക്വയർ, ഈ ഡിസ്റ്റൻസ് ഫോർമുല അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 2 മാർക്ക് കിട്ടാവുന്നതാണ്. വെറുതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത ചാപ്റ്ററുകളിൽ ഞാനത് കോമൺ ആയിട്ട് പറയാൻ അധികം ഇല്ലാത്തതുകൊണ്ടാണ് അത് ഞാൻ വിട്ടിട്ട് 2ാമത്തെ ചാപ്റ്റർ സർക്കിൾസ് എന്ന് പറയുന്നത്. അവിടെയും ഒരു കൺസ്ട്രക്ഷൻ, ഡ്രോ ദ സ്ക്വയർ ഓർ റെക്ടാംഗിൾസ് ഓഫ് ദ സെയിം ഏരിയ. നമുക്കിവിടെ ഒരു റെക്ടാംഗിൾ അല്ലെങ്കിൽ സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ആ സർക്കിളിന്റെ ഭാഗമായിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് അതിന്റെ സെയിം ഏരിയ ആയിട്ട് വരയ്ക്കുന്നത്, അതിനും 5 മാർക്ക് ഉണ്ട്. ഇനി നമ്മൾ 1ാമത്തെ ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസ്, അതിൽ നമുക്ക് സീക്വൻസ് എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്കിൽ പോലും അതിന്റെ സം കാണാനുള്ളത് എന്തായാലും ചോദ്യം വരും. ഇപ്പൊ സം n നമ്പേഴ്സിന് സം എന്ന് പറഞ്ഞാൽ n/2 into ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം, അല്ലെങ്കിൽ അതിന് മറ്റൊരു ഇക്വേഷൻ കൂടി n/2 into 2f plus n - 1 into d. f എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം ആണ്, d എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് ആണ്, n നമ്പേഴ്സ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ ഒരു കുട്ടിക്ക് ഈസി ആയിട്ട് മാത്സിൽ പാസ്സാവാം. അപ്പൊ ഇത് പഠിക്കാനായിട്ട് ഒരു മണിക്കൂർ 2 മണിക്കൂർ വേണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. 2 മണിക്കൂർ കൊണ്ട് ഈസി ആയിട്ട് നമുക്ക് ഇത് ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മാത്സ് എക്സാമിന് പാസ്സാവാനുള്ള 50% മാർക്ക്, 80 40 മാർക്കിൽ കൂടുതൽ വാങ്ങിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടും. നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഇത് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ കമന്റ് ചെയ്യുക. ദിസ് ഇസ് റെൻസ്റ്റോൺ സൈനിങ് ഔട്ട്.